മലയാളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പൊന്നോണ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര പ്രൗഡായിട്ടും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. കാരണം സന്തോഷത്തിൻ്റെ ഒരു കാരണം ഓണമാണ് എന്നുള്ളതാണ്. ഓണക്കാലം നമുക്കൊക്കെയും സന്തോഷമാണ്. രണ്ടാമത്തെ കാരണം എൻ്റെ കൂടെയുള്ള ആളുകളാണ്. നമ്മൾ സീരിയസ് ആയിട്ടൊക്കെ ഒരു രാഷ്ട്രീയം ശ്രദ്ധിച്ചും പറഞ്ഞും ഒക്കെ തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ നമ്മൾ ചേട്ടന്മാരായിട്ട് കണ്ടു നിന്ന ആളുകൾ, അല്ലെങ്കിൽ ചേട്ടന്മാരെന്ന് വിളിക്കുന്ന ആളുകളൊക്കെ ഇപ്പം മന്ത്രിമാരാണ്. അപ്പോൾ അങ്ങനെയുള്ള മന്ത്രിമാർക്കൊപ്പം ഇനി ചേട്ടാന്നൊക്കെ മാറ്റി മിനിസ്റ്ററെ എന്നൊക്കെ വിളിച്ച് സംബോധന ചെയ്ത് സംസാരിക്കാനും പോവുകയാണ്. അപ്പോൾ മന്ത്രിമാരുടെ ഓണവിശേഷം, വെറും മന്ത്രിമാരല്ല, ഇപ്പോഴത്തെ UDF ക്യാബിനറ്റിലെ യങ് മന്ത്രിമാർ, അവരുടെ കന്നി മന്ത്രിമാരായിട്ടുള്ള അവരുടെ ആദ്യത്തെ ഓണം കൂടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. ഹലോ, ഹാപ്പി ഓണം. നമ്മളിവിടെ വന്ന സമയത്ത് ഇങ്ങനെ വെറുതെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് എന്ന് പറയുന്നുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഓണം ഉണ്ട ചരിത്രമുള്ളത് T സിദ്ദിഖിനായിരിക്കുമെന്ന്. അപ്പോൾ ഓണം ഞങ്ങൾ നന്നായി ഉണ്ണാറുണ്ട്, തർക്കമില്ല. കൊച്ചുനാൾ മുതലേ ഓണം ഉണ്ണുന്നതാണ്. അടുത്ത വീട്ടിലാണ് സാധാരണ ഓണം ഉണ്ണാറുള്ളത്. സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകും. ഓണത്തിന് ചില ദിവസം ഇപ്പോൾ ഒരു ഓണേ ഉണ്ണാറുള്ളൂ. പക്ഷെ കൊച്ചുനാളാകുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, തർക്കമില്ല. ചെറുപ്പത്തിൽ അയൽപക്കത്ത് മരിച്ചുപോയ അപ്പുണ്ണിയേട്ടനുണ്ട്. അവരുടെ മക്കൾ സുന്ദരൻ, ഹരിദാസൻ, ബാപ്പുട്ടി, 3 പേർ. ഞങ്ങളൊരു കുടുംബം പോലെ ഇടപഴകുന്ന ആളുകളാണ്. അവിടെയാണ് ഉണ്ടാവുക ഓണമൊന്നും. തൊട്ടപ്പുറത്ത് വേലേട്ടൻ്റെ വീടുണ്ട്, അവിടെ പോവും. അയൽപ്പക്കത്തിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് നാട്ടിലെ ഒരു കൊച്ചുനാളാകുമ്പോൾ. ഇപ്പോൾ സുഹൃത്തുക്കളുടെയും പിന്നെ നാട്ടിലെ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ വീടുകളിലൂടെ കയറി ഇറങ്ങും. ഓണം, വിഷു, പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ സൗഹൃദങ്ങളെ ഇണക്കി ചേർക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. നന്നായി ഓണം ഒന്നിലേറെ തവണ പായസം കുടിക്കാറുണ്ട് ഇപ്പോഴും, അതിന് മുടക്കമില്ല. വിഷ്ണുവിടെ ഇപ്പം സജീവ രാഷ്ട്രീയത്തിലായിട്ട് കുറേ കാലമായി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ആഘോഷങ്ങൾക്കൊക്കെ അത്ര കണ്ട് വീടും കുടുംബമായിട്ടൊക്കെ ആഘോഷിക്കുന്ന സമയവും പരിമിതമായിരിക്കും. ഇത്തവണ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിരിക്കും, കാരണം മന്ത്രി ആയതിനു ശേഷമുള്ള ഓണം കൂടിയാണ്. ആദ്യം പറഞ്ഞതാണ് കറക്റ്റ്. ഞാൻ ഏതാണ്ട് 2006 തന്നെ MLA ആയി. അപ്പോൾ അതിനുശേഷം അതിന് മുമ്പുണ്ടായിരുന്ന രൂപത്തിലൊരു ആഘോഷം പറ്റിയിട്ടില്ല. വീട്ടുകാരും ഒക്കെ ആയിട്ടുമൊക്കെ അല്ലെങ്കിൽ കൂട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മൾ അതിന് മുമ്പ് ആഘോഷിച്ചിരുന്ന പോലെ. കാരണം ഓണ സമയത്താണ് MLA മാരായിട്ടുള്ളവർക്കറിയാം ഏറ്റവും കൂടുതൽ പരിപാടികളിൽ നമുക്ക് പങ്കെടുക്കേണ്ടി വരുന്നത്. ഒരു ദിവസം 25-26 പരിപാടികളിൽ, ഓണാഘോഷ പരിപാടികളിൽ നമുക്ക് പങ്കെടുക്കേണ്ടി വരും. ചില പരിപാടികളിലൊക്കെ രാത്രി നമ്മൾ 6 മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞ സ്ഥലത്ത് രാത്രി 12 മണിക്കൊക്കെ അവർ പറയും എത്ര വൈകിയാലും വന്നാൽ മതി, കലാപരിപാടികളൊക്കെ കാണും, അതിൻ്റെ ഇടയിൽ വന്നാൽ മതി എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഓണത്തിന് ചിലപ്പം തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിൽ പോയിട്ട് വീട്ടുകാർ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ ഒരു സദ്യ കഴിക്കുന്നത് മാത്രമാണ് വീട്ടുകാരുമായിട്ടുള്ള ആകെ ഒരു ഓണം. ബാക്കിയെല്ലാം കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കാണ് 2006 മുതലുള്ള ഒരു രീതി വെച്ചിട്ട്. പക്ഷേ അതിന് മുമ്പ് നേരത്തെ സിദ്ദിഖ് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുനാളിലാണ് അതിൻ്റെ ശരിയായ ഒരു സ്പിരിറ്റിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അന്നേരം ബന്ധുവീടുകളിൽ പോവുക, നാട്ടുമ്പുറത്ത് ഇപ്പം നമ്മൾ ഉദ്ഘാടകനായിട്ടൊക്കെ പോകുന്ന ക്ലബ്ബുകൾ അന്നത്തെ കാലത്ത് അതിലെല്ലാം പോയി ഓരോ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക, അങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ഓണമുണ്ട്. ആ ഓണമാണ് ശരിക്കും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓണത്തിൻ്റെ ഒരു ഓർമ്മ. ഇപ്പോൾ ഈ കാലത്തെല്ലാം നമ്മൾ പിന്നെ ഔദ്യോഗികമായ പരിപാടികളും അങ്ങനത്തെ ഒരു ഓണമാകുമ്പോൾ നമ്മൾ സാധാരണയിൽ കൂടുതൽ തിരക്കാവുക ചെയ്യും. ഓണം ആഘോഷിക്കാനുള്ള ഒരു സന്ദർഭമോ സാവകാശമൊന്നും കിട്ടാറില്ല. ഇപ്പം മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഓണം അല്ലെങ്കിൽ മറ്റ് ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും മലയാളികളെല്ലാം നമ്മുടെ പഴമയിലേക്കങ്ങ് പോകും. ഓർമ്മകളാണ്. ഇപ്പോഴത്തെ ഓണത്തെക്കാളും നമ്മൾ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു. കുട്ടിക്കാലത്തെ ക്ലബ്ബ് ഓണം, വീട്ടുകാരുമൊട്ടുള്ള ഓണം, ഓണക്കോടി വാങ്ങിക്കാൻ പോലും ഇപ്പം ഓണക്കോടി വാങ്ങാൻ പോലും വലിയൊരു പുതുമയില്ലെന്ന് തോന്നുന്നു. കാരണം നിരന്തരം എപ്പം ഡ്രസ്സ് വേണമോ പോയി വാങ്ങാം. പണ്ട് ഒരു ഓണക്കോടി കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാലവും മലയാളിക്കുണ്ടായിരുന്നു. അപ്പം റോജി മിനിസ്റ്ററുടെ ഇത്തവണത്തെ ഓണം അത് നിശ്ചയമായി സ്പെഷ്യൽ ആയിരിക്കും. പക്ഷേ ഒരു ഓണ ഓർമ്മയൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ മലയോര മേഖലയിലായിരുന്നു. അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ മലയുടെ മണ്ടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഓണക്കാലത്തും പിന്നെ ക്രിസ്മസും ഒക്കെ വരുമ്പോൾ മാത്രമാണുള്ളത്. അതല്ലാതെ ഇപ്പോൾ ഇന്നൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ മണ്ഡലത്തിലൊക്കെ ആയാലുമൊക്കെ എന്നും എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്ത് ഈ ഓണം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അതിനെ വലിയ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ആകാംക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. പ്രത്യേകിച്ച്
നാട്ടിൻപുറത്തൊക്കെ അവിടെ പ്രാദേശികമായിട്ടുള്ള ക്ലബ്ബുണ്ട്. ഈ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടി നടത്തുന്നത്. പിന്നെ മത്സരങ്ങളുണ്ടാവും. അപ്പോൾ മത്സരങ്ങളിലൊക്കെ പോയി പങ്കെടുക്കുക. അങ്ങനെ അതുപോലെ തന്നെ സദ്യ ഉണ്ടാവും. അപ്പോൾ ആ ഓർമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മളിന്നും നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ആഘോഷമാണ്. ഇന്നിപ്പോൾ എന്നും ആഘോഷം എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പരിപാടികളെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മണ്ഡലത്തിൽ നമ്മൾ പരിപാടികളിലായിരിക്കും കൂടുതലും പങ്കെടുക്കുന്നത്. അതുകൊണ്ട് കുട്ടിക്കാലത്തെ ഓർമ്മകൾക്ക് കൂടുതൽ മധുരമുണ്ട്. മിനിസ്റ്റർ, നമ്മൾ തൃശ്ശൂരാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. തൃശ്ശൂർ ആഘോഷങ്ങൾ കുറച്ച് അധികമാണ്. ഇപ്പം നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണെന്നതിനപ്പുറം ഓണത്തിന് പുലികളിയാണെങ്കിലും അത് ഇപ്പോൾ തൃശ്ശൂർ പൂരമാണെങ്കിൽ എല്ലാം വൻ ആഘോഷമാണ് ഓണം. ഓണമല്ല, എല്ലാം തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എങ്ങനെയായിരുന്നു ഓണക്കാലം, ഇപ്പോഴത്തെ ഓണം? അല്ല, ഈ പുലിക്കളിയും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പോകുന്നതൊക്കെ കുറച്ചുകൂടിയൊക്കെ മുതിർന്നതിന് ശേഷമാണ്. ചെറിയ പ്രായത്തിലൊന്നും അങ്ങനെ അതിനൊന്നും പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവരൊക്കെ പറയുന്ന പോലെ ഒരുപാട് കാലം പുറകിലുള്ള ഓണം ഓർക്കാനായിട്ട് പ്രായോഗികമായിട്ട് പറ്റാത്ത പ്രശ്നമുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നത് പോണ്ട. പിന്നെ എല്ലാവരും പറയുന്നൊരു സ്ഥിരം ക്ലീഷയാണ്, ഇപ്പോഴത്തെ ഓണമല്ല പണ്ടത്തെ ഓണം എന്നൊക്കെ പറഞ്ഞ പോലെ. അതെല്ലാവരും ഓരോ തലമുറയും എപ്പോഴും പറഞ്ഞിട്ടിരിക്കുന്നത് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കുറെ മാറ്റങ്ങൾ വരും. ശരിക്കും ജനറേഷന്റെ ഒരു പ്രശ്നം തോന്നണല്ലേ ഇപ്പോഴത്തെ ആളുകൾക്ക്? അത് എല്ലാ തലമുറകളും മനുഷ്യവംശം ഉണ്ടായ കാലം തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങളുടെ കാലം അങ്ങനെയായിരുന്നു, ഇന്നത്തെ തലമുറയെ നോക്കൂ, ഞങ്ങൾ ആഘോഷിച്ചതുപോലെ ഞങ്ങളുടെ ചെറുപ്പമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കാലമായിരുന്നു ശരി, ഇന്നത്തെ തലമുറയെ കണ്ടില്ല, ഇന്നത്തെ തലമുറ ശരിയല്ല. ഈ പറയുന്ന തലമുറയും അവര് കാരണവന്മാരായി കഴിയുമ്പോൾ അവർ ഇതേ വർത്താനം തന്നെ പറഞ്ഞു. മനുഷ്യവംശം തുടങ്ങിയ കാലം തുടങ്ങിയുള്ള ഒരു ക്ലീശ പ്രയോഗമാണ്. അത് മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് അവർ ഇന്നത്തെ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഓർമ്മ, ഇപ്പൊ നമ്മുടെ കാലത്തുണ്ടായിരുന്നതായിരുന്നു ശരി, ഇന്നത്തേത് അന്ന് നമുക്ക് വിധിയിടാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ഓണവും ഓർമ്മകളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് അവർക്ക് അവരുടേതായിട്ടുള്ള ശരിയാണ്, നമ്മൾ അതിനെ അംഗീകരിക്കാൻ പോകുന്നത്. ഓണത്തിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഈ അയൽപ്പക്കത്തുള്ള പിന്നെ ഓണത്തിന്റെ ഭാഗമായി പൂവ് പറിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. പൂവ് പറിക്കാൻ വേണ്ടി ചെറുപ്പത്തിൽ. ഇന്ന് ഈ കുട്ടികളോട് പൂവ് ചോദിച്ചാൽ അത് പൂർണ്ണമായിട്ടും അവർക്ക് ഈ തുമ്പപ്പൂ ഏതാണെന്ന് അവർ കണ്ടിട്ടുണ്ടോ? കാട്ടു തെച്ചിണ്ടാവും. അങ്ങനെ ഓരോരോ പൂവുകൾ നമ്മൾ എടുക്കും. പക്ഷെ ഇത് എന്നിട്ട് ഇത് ചാണകം മെഴുകി റെഡിയാക്കി, പൂത്തറയൊരുക്കി റെഡിയാക്കി, പിന്നെ അരിഞ്ഞ് സെറ്റാക്കി, അതൊക്കെ ഒരു മനോഹരമായിട്ടുള്ള സംഭവം. നമ്മൾ തെക്കൻ കേരളത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേനും ഓരോന്നിനും ഓരോ അടുക്കുണ്ട്. ഇപ്പൊ ആദ്യം തുമ്പ, പിന്നെ തെറ്റി, അങ്ങനെയൊക്കെ എല്ലായിടവും ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ അതിലിപ്പോന്ന് വെച്ചാലേ നമ്മളിപ്പം ഓണത്തിൻ്റെ പ്രാധാന്യം അതേപോലെ തന്നെയുണ്ട്. ഞാൻ റോജി മിനിസ്റ്റർ പറഞ്ഞോട് യോജിക്കുകയാണ്. കാരണം ഓരോ കാലത്തിനനുസരിച്ച് അത് മാറുക എന്നുള്ളതാണ്. ഇപ്പം പുതിയ പിള്ളേരുടെ പുതിയ വൈബിലുള്ള ഓണമാണ്. ഇപ്പം കഴിഞ്ഞ വർഷം നമുക്ക് അവർ പറഞ്ഞില്ലേ, ഏത് മൂഡ്, പായസം മൂഡ്, പപ്പടം മൂഡ് എന്ന് പറയുന്ന ഒരു മൂഡാണ്. അപ്പം ആ വൈബിലാണ് അവർ ഓണത്തെ കാണുന്നത്. അങ്ങനെ പോട്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടായാലും, ഒരു ഓണപ്പാട്ട്. കൂട്ടത്തിലെ ഗായകൻ ഞങ്ങളുടെ മന്ത്രിസഭയിലെ തരങ്കണിയിൽ ഓണക്കാസറ്റ് വരുന്ന ഈ ഓണത്തിനാണ് യേശുദാസിൻ്റെ. അപ്പോൾ അതിലെ ഓണപ്പാട്ടുകളുണ്ട്. ഉത്രാടപ്പൂ നിലാവേവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുണ്ട്. അതിനകത്ത് രണ്ട് ഓണപ്പാട്ട് എനിക്ക് ഓർമ്മയുള്ളതിൻ്റെ 2 വരി വേഗം പാടാം. ഞാൻ പാടിയതുപോലായിരിക്കത്തില്ല യേശുദാസ് പാടിയേക്കുന്നത്. നമുക്ക് ഗായകർക്ക് മനോധർമ്മം ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് ആളുകൾ, യേശുദാസിനെ കേൾക്കുന്ന ആളുകൾ എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം എന്ന് അഭ്യർത്ഥിക്കാം. എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നോ, എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലോ. എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നോ, എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ പൂങ്ങത് പുൽകി പടർന്നതിനാലോ. സൂപ്പർ. പ്രോഗ്രാം ഹിറ്റായി. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മിനിസ്റ്റർ ആയതിനു ശേഷമുള്ള ആദ്യ ഓണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് കുറച്ച് പ്രത്യേകതകളും ഉണ്ടാവുമായിരിക്കും.
അല്ലേ? എല്ലാവർക്കും അങ്ങനത്തെ റോജിക്ക് മിനിസ്റ്റർ ആയതിനു ശേഷമുള്ള ആദ്യ ഓണം, കുഞ്ഞായതിനു ശേഷമുള്ള ആദ്യ ഓണം. അതെ അതെ അതെ. കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ആദ്യ ഓണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അതിൽ തന്നെ അങ്ങ് തുടങ്ങാം. കുഞ്ഞായതിനു ശേഷം കല്യാണം, കുഞ്ഞ്, മന്ത്രി, അപ്പൊ അതുകൊണ്ട് ഒരുപാട് വിശേഷമാണ് വീട്ടില്. എനിക്ക് വ്യക്തിപരമായിട്ട് ലൈഫിൽ കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ച ഒരു വർഷമാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പിന്നെ കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ, കുഞ്ഞിന് ഓണം ഉണ്ടാകുന്ന സമയമായിട്ടില്ല, 2 ആഴ്ചയായിട്ടുള്ളൂ. പേര് എങ്ങനെയാ? അതൊക്കെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളുണ്ട്, എന്നാൽ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളും ഉണ്ട്. കാരണം ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മന്ത്രിയായതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട്, പിന്നെ കുട്ടിയായതിൻ്റെതായിട്ടുള്ള തിരക്ക്. അതിലേക്കൊന്നും നമുക്ക് സമയം അധികം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ വ്യക്തിപരമായിട്ട് ഒത്തിരിയധികം സന്തോഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ്. ഇപ്പം ഓജെ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് തൃശ്ശൂരിന്റെ കാര്യമായിരുന്നു. തൃശ്ശൂരിന്റെ ഓണത്തിന് കുറേ അധികം പ്രത്യേകതയും കളങ്കരവുമുണ്ട്. അതിന് ഒരുപാട് പ്രാദേശികമായ ആഘോഷങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. ഈ പുലിക്കളിയൊക്കെ തന്നെ ഇപ്പോൾ കുറേ കൂടി ഭയങ്കര വൈബാണ്. മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാളും ഈ സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ പുലിക്കളിക്ക് പോയി അവരോട് സംസാരിക്കുന്ന നമുക്കൊക്കെ വലിയൊരു ആവേശമാണല്ലോ. ഇപ്പം തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതൊരു നിശ്ചല ദൃശ്യമാണ്. ഒരുപാട് സമയമെടുത്താണ് അവരതിന്റെ ഒരു, മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞ് ഇന്ന് പുലിക്കളി കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇതിനുള്ള പരിപാടി തുടങ്ങുകയാണെന്ന്. അത് പൂരത്തിന്റെ അങ്ങനെ തന്നെയാണല്ലോ. ഇന്ന് പൂരം കഴിഞ്ഞ് കൊടി ഇറങ്ങിയാൽ അടുത്ത ദിവസം മുതൽ പിന്നെ അടുത്ത വർഷത്തേക്ക് കൊണ്ടുള്ളൊരു, അപ്പോൾ ഒരു വർഷത്തെ മുഴുവൻ സൈക്കിളും ഇതിന്റെ കണക്റ്റഡ് ആയിട്ടാണ്. തൃശ്ശൂർ ടൗണിന്റെ വ്യാപാരമായാലും മറ്റെല്ലാമായാലും ഈ പറയുന്ന ആഘോഷങ്ങളായിട്ട് കണക്ട് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ജില്ല മൊത്തത്തിലൊരു ഫെസ്റ്റിവൽ മൂഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെയൊക്കെ പ്രാദേശികമായിട്ട് ഈ ഓണം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ആഘോഷമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നേരത്തെ സിദ്ദിഖ് പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ പ്രായത്തിലാണ് ഈ പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ സമയത്ത് 10 ദിവസം പൂക്കളിടുന്നതും തറയുണ്ടാക്കുന്നതും ഓണം കൊള്ളുന്നതും തൃക്കക്കരപ്പനെ മണ്ണുകൊണ്ട് കുഴച്ചിന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് ഇതെല്ലാം വാങ്ങാൻ വേണ്ടി കിട്ടും. മുൻകാലം മണ്ണുകൊണ്ട് റെഡിമെയ്ഡ് കിട്ടും, ഇപ്പം മറ്റു വേറെ മെറ്റീരിയൽസ് കൊണ്ടൊക്കെ കിട്ടും. എല്ലാവരും അങ്ങനെയാണുള്ളത്. പൂക്കൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കടകളാണ്, എല്ലാവരും ആശ്രയിക്കുന്നത് കടകളിൽ പോയിട്ട് വാങ്ങുക എന്നുള്ളതാണ്. ആ മാറ്റമൊക്കെ എല്ലാവിടെയും ഉണ്ടാവും. ഇപ്പോൾ ഗ്രാമങ്ങളൊഴികെ ബാക്കി എല്ലാവരുടെയും വന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ കൂടിയും ഒരു ഓണം സമയം തന്നെയാണ് ഒരു നമ്മുടെ പൊതുവിലായ ഒരു ഫെസ്റ്റിവൽ മൂഡാണല്ലോ ആ സമയം മുഴുവൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമൊക്കെ എന്നുള്ളത് അത്ര. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ഈ ഓണക്കാലത്താണ് ഈ മഴ വെള്ളം പൊങ്ങുമെന്നുള്ള പേടി എപ്പോഴും. 2-3 ഓണം അങ്ങനെ പോയി. 2-4 ഓണം ഇപ്പം അങ്ങനെ പോവാണ്. ഇത്തവണയും നമുക്കൊക്കെ ആശങ്കയുണ്ട്. ഈ ഓണം വരുമ്പം മഴ പെയ്ത് വെള്ളം പൊങ്ങി ഇതെല്ലാ പരിപാടിയും ക്യാൻസലായി. അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചെറിയ ടെൻഷനാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ടൂറിസം കലാകാരന്മാരുടെയൊക്കെ ഒരു സീസണാണിത്. ഒരു 3-4 മാസമാണ് അവർക്കുള്ളത്. എന്ന് വെച്ചാൽ ഒന്ന് ഈ ഓണത്തിന് ഒരു സീസൺ, ന്യൂ ഇയറിൻ്റെ ഒരു സീസൺ, പിന്നെ ഉത്സവ സീസൺ, ഉത്സവം പെരുന്നാളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു 4 മാസത്തെ ഒരു വരുമാനത്തിലാണ് ഒരു വർഷം പോകുന്നത്. അപ്പോൾ വന്നിട്ടൊരു 2018 ഓണം ഇല്ലാണ്ടായി, 19 ഓണം ഇല്ലാതാണ്ടായി, 20 ഓണം ഇല്ലാതായി, അത് കഴിഞ്ഞപ്പോൾ 20 കോവിഡായി, 21 കോവിഡായി. ഒരു 4-5 വർഷം നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ന്യൂസ് മലയാളവും അതിനകത്ത് ഭാഗമാണ്. നമ്മുടെ ഓണാഘോഷം 24 തുടങ്ങി 30 വരെയാണ് തിരുവനന്തപുരത്ത്. ബാക്കി 13 ജില്ലയിൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ കണക്ക് പരിശോധിച്ചു. ഇപ്പം നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണാഘോഷത്തിൽ മാത്രമേ സംസ്ഥാനത്ത് ഏതാണ്ട് 8000 കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. ഈ 7 ദിവസം 8000 കലാകാരന്മാർ വിവിധ വേദിയിൽ വരികയാണ്. ഇത് നമ്മളൊരു വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8000 കലാകാരന്മാർ അവരുടെ അവസരവും അവരുടെ വരുമാനവും അവരുടെ ഓണവും പോവുകയാണ്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. മാത്രമല്ല ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ ഇവരെ ഈ വ്യാപാരികളൊക്കെ വല്ലാതെ പ്രയാസത്തിലായി. അത് കണക്റ്റഡ് ആയിട്ട് മറ്റുള്ളവരും ബാധിക്കും. കാരണം ഇതിൻ്റെ ഒരു മാർക്കറ്റിലേക്ക് വല്ലാതെ ഇറങ്ങുന്ന ഒരു സമയമാണ്, ആളുകളുടെ ഇടയിലേക്ക് കിടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പം മെല്ലി ഈ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസിൽ പിന്നെ വിഷ്ണുവിൻ്റെ വകുപ്പും അതുപോലെ കൃഷി വകുപ്പും ടൂറിസവും നന്നായിട്ട് ആക്ട് ചെയ്ത് പോകും. അപ്പം നമ്മളിപ്പോൾ 2000-ലധികം വരുന്ന ഓണച്ചന്തകൾ ക്രമീകരിക്കാനുള്ള തീരുമാനമെടുത്തു. 20 കോടി രൂപ മാർക്കറ്റിൽ ഇറക്കാനുള്ള തീരുമാനമെടുത്തു. കർഷകർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ടൂറിസം വകുപ്പിൻ്റെ വിപുലമായ പദ്ധതികൾ എല്ലാ ജില്ലയിലും. ഇപ്പം ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നത് ഞങ്ങളുടെ സ്വാസംഘം കഴിഞ്ഞാൽ വരുന്നത്. ടൂറിസം വകുപ്പിൻ്റെ സ്വാസംഘം കഴിഞ്ഞ് എല്ലാ ക്രമീകരണവും ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ
ആഘോഷം നടത്താനുള്ള അറേഞ്ച്മെന്റ്സിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞാനും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരും പങ്കെടുത്തു. തൃശ്ശൂർ പങ്കെടുത്തു. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ പരിപാടികളുടെ പുള്ളികളിക്കാർക്ക് നമ്മൾ പൈസ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞു. സിദ്ദിഖിക്ക് ഇപ്പം മന്ത്രി ആയതിനു ശേഷം വ്യക്തി ജീവിതത്തിൽ വന്ന ഒരു വലിയ മാറ്റമായിട്ട് തോന്നുന്നത് എന്താ? ഇപ്പോ 11 മണിക്ക് ഉറങ്ങുമായിരുന്നു, ഇപ്പോൾ 1 മണിയായി. പൂർണ്ണമായിട്ട് ശരിയാണ്. എനിക്ക് തോന്നുന്നു എന്നോട് എപ്പോഴും ആളുകൾ പറയുന്ന വീട്ടിലെപ്പോഴും അതിനെക്കുറിച്ച് അസ്വസ്ഥമാണ്. ഉമ്മയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഉമ്മ കുറച്ചുകൂടെ സെന്റിമെന്റലാണ്. എന്താ മോനെ നിനക്ക് പറ്റിയെന്ന് വെച്ചിട്ട് ആകാശത്താണ് ഈ ഉറങ്ങാത്തതിൻ്റെ ഒരു പ്രശ്നം. എല്ലാവരുടെ സ്ഥിതി ഇത് തന്നെ. ഞങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിൽ നിന്ന് 12 മണിയും 12:30 1 മണിക്കൊക്കെ ഓഫീസിൽ നിന്ന് ഉള്ള സമയത്ത് പോകുന്ന രാവിലെ മുതൽ ആളുകൾ, മീറ്റിങ്ങുകൾ, കോർഡിനേഷൻ, ഇതുമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു താളം, ആരോഗ്യ ശ്രദ്ധ, ഭക്ഷണം, ഉറക്കം, കുടുംബം. ഞാൻ 4 ദിവസമായിട്ട് പത്തനംതിട്ടയിൽ അവിടെ നിൽക്കുമായിരുന്നല്ലോ. ഒരു തുള്ളി ഉറങ്ങാൻ പറ്റൂലായിരുന്നു. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഭാര്യ വിളിച്ചിട്ട് എങ്ങനെയും ഒരു 15 മിനിറ്റ് കണ്ടെത്തി ആ താടിയൊക്കെ ഒന്ന് ശരിയാക്കി ഒരു കോലമായിട്ട് ഒന്ന് വൃത്തിയാക്കി ഒരു വൃത്തിയിലും മെനയിലും നടക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാം. ഉന്നത വിദ്യാഭ്യാസം ആകുമ്പോഴത്തേക്കും നിശ്ചയമായിട്ടും ക്യാമ്പസ് ഓണം ഉണ്ടാകും. അപ്പം മന്ത്രിയാകുന്നതിന് മുൻപ് KSUവിലാണെങ്കിലും അല്ലാതെയും ഒക്കെ സജീവ പ്രവർത്തനമായിരുന്നു. മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ കോളേജുകളിൽ മന്ത്രിയായിട്ട് പോകുമ്പോഴും അല്ലാതെയൊക്കെ പോകുമ്പോഴും ഒക്കെ? അല്ല, ക്യാമ്പസുകളിൽ ഇപ്പോൾ ഓണത്തെ ഒരു വലിയ ആവേശത്തോട് കൂടിയിട്ടില്ല വരവേൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്യാമ്പസുകളൊക്കെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പുതിയ വൈബിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പുതിയ വൈബ്, ഓണത്തിന്റെ പുതിയ ട്രെൻഡും വൈബും ഒക്കെ സെറ്റ് ചെയ്യുന്നതിനകത്ത് ക്യാമ്പസുകൾക്ക് വലിയ പങ്കുണ്ട്. അവർ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോട് കൂടിയിട്ടാണ് ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ഒരു കോളേജിൽ തന്നെയാണെങ്കിൽ അവർ ഡിപ്പാർട്ട്മെന്റ് മത്സരങ്ങൾ, ഇപ്പം പിന്നെ മാത്രമല്ല നമുക്കൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലം തുടങ്ങിയുള്ളൂ അത്തപ്പൂക്കള മത്സരം, വലിയൊരു ചേഞ്ച് അറിയോ. പിന്നെ ക്യാമ്പസുകളിൽ ഇവർ ഓണത്തിന്റെ പുതിയ കോസ്റ്റ്യൂം ട്രെൻഡ്സ് ഒക്കെ കൊണ്ടുവരുന്നത് ക്യാമ്പസുകളാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, ഇത്തവണത്തേത് വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഓണത്തെ നിലവിലുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് പ്രിന്റഡ് സാധനങ്ങൾ, പ്രിന്റഡ് ഷർട്ട്സും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളും അതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് നമ്മളും നിർബന്ധിതമാകും. പക്ഷെ നല്ലതാണ് കേട്ടോ. പക്ഷേ എനിക്കത് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ക്യാമ്പസുകൾ കുറെ കൂടി സജീവമാവുകയാണ് ചെയ്യുന്നത് ഓണത്തിന്. പിന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെ ആഘോഷങ്ങൾ നടത്തപ്പെടണം. അപ്പോൾ ഇത്തരം ഈ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ആഘോഷങ്ങൾ നടത്തപ്പെടുമ്പോഴാണ് നമ്മുടെ സൊസൈറ്റി ലൈവ് ആവുന്നത്, എക്കോണമി ലൈവ് ആവുന്നത്, പല ആളുകൾക്കും അവരുടെ ബിസിനസ് കിടക്കുന്നത്, തൊഴിൽ ലഭിക്കുന്നത്. ഇതൊക്കെ ഈ ഇത് ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വലിയൊരു എക്കണോമിക്സും ഉണ്ട്. അതിന്റെ പിന്നിൽ വലിയൊരു എക്കണോമി ഉണ്ട്. ഓണച്ചന്തകൾ ഇതെല്ലാം ആക്റ്റീവ് ആവുന്നത്. അപ്പം നമുക്കൊരു ഫെസ്റ്റിവൽ, ഒരു സീസൺ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകളെയാണെന്നറിയോ സാമ്പത്തികമായിട്ട് അത് ബാധിക്കുന്നത്. അപ്പോൾ ക്യാമ്പസുകളിലൊക്കെ വലിയ ആഘോഷങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. പഴയതുപോലെയല്ല. പണ്ടൊക്കെ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് ക്യാമ്പസിൽ ഒരു ഓണാഘോഷം നടത്താനായിട്ട് അങ്ങനെ വലിയ തുകയൊന്നും ചെലവ് ചെയ്യാൻ നമ്മുടെ ആരുടെയും കയ്യിൽ അന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കോളേജുകളിലൊക്കെ കോളേജ് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, വിദ്യാർത്ഥികൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, അവിടെ ഓരോ ക്ലബ്ബുകൾ, ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. അത് നല്ലതാണ്. കുറെ കൂടി ആക്റ്റീവാണ് ക്യാമ്പസുകൾ. ക്യാമ്പസിൽ വന്ന ഒരു വലിയ മാറ്റം, ചെറുപ്പക്കാരനല്ലാത്ത ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നോട് ആ ഒബ്സർവേഷൻ കണ്ടെത്തി പറഞ്ഞു. അദ്ദേഹം 60കളിൽ ക്യാമ്പസിൽ പോയ ആളാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് AK ആൻ്റണി. അത് എന്നോട് പറഞ്ഞു, ക്യാമ്പസിലൊരു കാര്യം മാറ്റം ഉണ്ടായത് ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പക്ഷേ എന്താണ്, ആൺകുട്ടികൾ ഭയങ്കര ഷൈയാണ്, ഇപ്പോൾ പെൺകുട്ടികളാണ് ഇതിനെല്ലാം ലീഡ് ചെയ്യുന്നത്. അത് വളരെ കറക്റ്റാണ്. നിങ്ങൾ ഓണാഘോഷത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പെൺപിള്ളേരാണ് ഇത് മൊത്തം ലീഡ് ചെയ്യുന്നത്. ഞങ്ങൾ പണ്ടും ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ശ്രദ്ധിച്ചിരുന്നില്ല. നമ്മുടെ കാലത്തൊക്കെ കുറച്ചുകൂടെ ലീഡർഷിപ്പ് ആൺപിള്ളേർ എടുക്കുമായിരുന്നു, പെൺപിള്ളേർ അതിന്റെ കൂടെ നിൽക്കില്ല. ഇപ്പൊ ലീഡർഷിപ്പ് പെൺകുട്ടികൾ. നല്ല കാര്യമാണ്, നല്ല മാറ്റമാണ്. നല്ല മാറ്റം എന്ന് പറഞ്ഞത് നല്ല പോസിറ്റീവായ മാറ്റം. ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നത് പുള്ളി ഇത് കൃത്യമായിട്ട് എങ്ങനെ സാമൂഹ്യ നിരീക്ഷണം നടത്തി വെച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകളിലും പ്രകടമായിട്ട് നമുക്ക് കാണാൻ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ടാണ്. ഇപ്പം 2026 വനിതാ കർഷക വർഷമാണ്. അപ്പൊ കൃഷി സഖി എന്ന് പറഞ്ഞൊരു പുതിയ പദ്ധതി തന്നെ ആവശ്യമാണ് വനിതകൾക്ക് വേണ്ടി. എന്താ പദ്ധതിയില്
വനിതകളുടെ കൃഷിക്കൂട്ടങ്ങൾ ഇനി പൈസ കൊടുക്കണം, ചാനൽ വേറെ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പദ്ധതി. ചെലവിൽ അതുകൂടെ കിട്ടുമോ? അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് വേറെ പൈസ വാങ്ങിക്കണം നിങ്ങൾ. അല്ല, അതിന്റെ കാര്യം എന്താ അറിയോ, ഓണത്തിന് പച്ചക്കറി വേണം, ഓണത്തിന് പൂക്കൾ വേണം. ഇത് രണ്ടും ഓണത്തിനൊരുങ്ങാം, വിളവിന്റെ വിസ്മയം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രമേയം. അതിനനുസരിച്ച് കൃഷിയും പച്ചക്കറിയും പൂക്കളും ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വിഭവമാണത്. അതുകൊണ്ട് അതും കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് സൂചിപ്പിക്കും. അതിന് പൈസ കൊടുത്തിട്ട് പോകണം. ഓജ ഇപ്പം യുവജനക്ഷേമം കൂടിയാണ്. അപ്പം നമ്മൾ ഈ ക്യാമ്പസ് പറയുന്ന പോലെ തന്നെ യുവാക്കൾക്കിടയിലും ആഘോഷങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാറ്റങ്ങളിലൂടെ കടന്നു പോകണം. ഇപ്പം പുതിയ വകുപ്പാണ്, പുതിയ മന്ത്രിയാണ്. ഇപ്പം നമ്മൾ ഈ ക്യാബിനറ്റ് വരുന്ന സമയത്ത് തന്നെ ഇപ്പം സിദ്ദിഖയും വിഷ്ണു ചേട്ടനും റോജി മിനിസ്റ്ററും ഒക്കെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഓജയുടെ പേര് ലാസ്റ്റാണ് വരുന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കുറെ ഇടയ്ക്ക് മറ്റേ സൂചനകളൊക്കെ വന്ന സമയത്തുണ്ടെങ്കിലും പിന്നീട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് വന്ന് പിന്നീട് ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു, അതാണ് വരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു നിർബന്ധം. അതിന് വ്യത്യസ്തമായിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം മിനിസ്ട്രി ഏറ്റെടുത്തു. ഇപ്പം 3-4 മാസമായി. വകുപ്പ് എങ്ങനെയുണ്ട്? നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ജനപ്രതിനിധി ആകുന്നത്. അപ്പോൾ ഇതുവരെ സംഘടനാ രംഗത്ത് നിന്ന പോലെയല്ല ജനപ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കണ്ടതല്ല യഥാർത്ഥ പ്രശ്നങ്ങൾ. നമ്മൾ കണ്ടതിനേക്കാൾ ഒരുപാട് വ്യാപ്തിയിൽ ആളുകളുടെ പ്രശ്നങ്ങൾ കാണും. നമ്മളിതുവരെ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകളെ നിരന്തരമായിട്ട് കാണും. അപ്പോൾ ഒരു പുതിയ അനുഭവമാണ്. പിന്നെ പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ വളരെ വേഗതയിൽ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങളും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് വീണ്ടും ഇടപെടാൻ കിട്ടുന്നൊരു പ്രോത്സാഹനമൊക്കെയാണ്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ജനപ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതിലൊരു വലിയ ഉത്തരവാദിത്തം കൂടി ഇങ്ങനെ കുറച്ചധികം കൂടി. അപ്പോൾ എനിക്ക് പിന്നെ ഇവരെല്ലാവരും നേരത്തെ മണ്ഡലത്തിൽ തന്നെ കുറേ കൂടി റൂട്ടഡ് ആയതിനു ശേഷമാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളൊക്കെ ഭയങ്കര ആഴത്തിലായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് അവിടെ ചെലവഴിക്കാനുള്ള സമയം കുറഞ്ഞു പോയതിൻ്റെ ഒരു മാത്രമേ എന്നെ സംബന്ധിച്ച് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം. അതൊരു വലിയ പ്രശ്നമാണ്. 2 ദിവസമാണ് ആകെ മണ്ഡലത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അന്ന് 10-15 പരിപാടികൾ വരും. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ അടുത്ത് ഇൻവോൾവ് ചെയ്ത ആളുകളോട് അതിനുശേഷം അതുപോലെ ഇടപെടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ സമയം കണ്ടെത്തി ആ മണ്ഡലം കൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. അതല്ലാതെ നോക്കുമ്പോൾ ബാക്കി ഒരു അവസരമാണല്ലോ നമുക്ക് ഒന്ന് ഇടപെടാൻ കിട്ടുന്ന ഒരു കുറേ കൂടി ഉയർന്ന തലത്തിൽ ഇടപെടാൻ കിട്ടുന്ന ഒരു അവസരമാണ്. 2 ഇഷ്യൂ കൊണ്ട് ജനീഷിന് കവർ ചെയ്യേണ്ടത്. അതായത് ഒന്ന്, അസംബ്ലിയിലും മന്ത്രിമാർ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ്, നേരത്തെ നിയമസഭയിൽ വന്നതുകൊണ്ട് ഓപ്പോസിഷനിൽ ഇരുന്നതുകൊണ്ട് മന്ത്രിമാരെങ്ങനെയാണ് അസംബ്ലിയിലോ ഇഷ്യൂസിനെ നേരിടുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ജനീഷിനെ സംബന്ധിച്ചിടത്തോളം നേരെ MLA ആയി നമ്മുടെ പ്രേക്ഷകർക്ക് കൗതുകം ഉണ്ടായിരിക്കും. അതെ, ഇപ്പൊ പ്രതിപക്ഷത്ത് നിന്ന് ഒരു വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ ആ വിഷയത്തെ എങ്ങനെയാണ് നമ്മൾ ഒരു മന്ത്രി അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനൊരു പ്രിപ്പറേഷനും അതൊക്കെ എങ്ങനെയാണ്? അതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ഓപ്പോസിഷനിൽ ഇരുന്നിട്ട് വന്നവരാണ്. ഞാൻ 2006 ഓപ്പോസിഷനിലായിരുന്നു, 2021 ഓപ്പോസിഷനിലായിരുന്നു. സിദ്ദിഖ് 2016 ഓപ്പോസിഷനിലായിരുന്നു, 21 ഓപ്പോസിഷനിലായിരുന്നു. റോജി അങ്ങനെ തന്നെ. നമ്മൾ ഓപ്പോസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു ഇഷ്യൂ അവതരിപ്പിക്കുമ്പോൾ അതിനോട് മന്ത്രിമാരും മറുപടി പറഞ്ഞതും ആ ഇഷ്യൂ എങ്ങനെ ടേക്കപ്പ് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മളവിടെ നിന്ന് ആലോചിക്കാറുണ്ട് അതിനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി. ഓപ്പോസിഷനിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ജാഗ്രതയുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളൊരു പൊസിഷനിൽ വരുമ്പോൾ അതൊരു സഹായമാണ്. നമ്മുടെ മുമ്പിൽ സമാനമായ വിഷയങ്ങൾ വരുമ്പോൾ നമുക്കതിനെ ഡീൽ ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഒരു എളുപ്പം കിട്ടും. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എപ്പോഴും ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ അത് സഹായമാണ്. അതിനൊരു പ്രിപ്പറേഷൻ ഒരു ടൈം കിട്ടാറുണ്ടോ? അത് കിട്ടാറുണ്ട്. പിന്നെ പൊതുവായി വകുപ്പിലെ കാര്യങ്ങൾ പഠിച്ച് തന്നെ മനസ്സിലാക്കണം. ഇതൊക്കെ പറയുമ്പോഴും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ അറിയില്ല, ജനറൽ ആയിട്ടല്ലേ അറിയത്തുള്ളൂ. പക്ഷേ വകുപ്പിനെ കുറിച്ച് നമ്മൾ തന്നെ ഇരുന്ന് പഠിച്ചാൽ മതിയാവും. നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ, സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അതിനകത്ത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിലുണ്ടാകണം. സിദ്ദിഖ്, നമ്മൾ വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഈ പരാതിയുള്ള ഒരു വകുപ്പ്, പരാതിയുള്ള ആളുകളാണ്. കൃഷി മന്ത്രി ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, പ്രത്യേകിച്ചും വൈകാരികമായിട്ടാണ്. ബാക്കിയെല്ലാം കുറച്ച് നമുക്ക് ടെക്നിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒക്കെ ഡീൽ ചെയ്യാമെങ്കിലും കുറച്ചധികം വൈകാരികമാണ് ഈ കർഷകരുടെ വിഷയം ഒന്ന് ഡീൽ ചെയ്യാൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, മണ്ണ്, കൃഷി, കാലാവസ്ഥാ വ്യതിയാനം, മാർക്കറ്റ്, അതിൻ്റെ പണത്തിൻ്റെ ലഭ്യതയുടെ പ്രശ്നം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കർഷകൻ കടന്നു പോകും. അപ്പോൾ ഈ കർഷകനെ അവന് പണം കിട്ടിയില്ലെങ്കിൽ അവൻ ആവശ്യമുള്ളതായിരിക്കുന്ന ഈ പെസ്റ്റിസൈഡ്സിൻ്റെ അതുപോലെ വളത്തിൻ്റെ വില വർധനവ്,
മണ്ണിൻ്റെ ഓരോ പ്രശ്നങ്ങൾ, രോഗം, കീടാണുക്കൾ വരുന്നത്, മാർക്കറ്റ് ലഭ്യമാകാത്തത്, വാല്യൂ എഡിഷൻ കിട്ടാത്തത്, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്, സപ്പോർട്ടിംഗ് പ്രൈസ് കിട്ടാത്തത്, പ്രശ്നങ്ങളുടെ ഒരു വലിയ നീണ്ട നിരയാണ് കർഷകനെ സംബന്ധിച്ച് ഉള്ളത്. അത് അവധാനതയോടുകൂടി അഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഓരോന്നും കേന്ദ്രമന്ത്രിയെ കണ്ടു, അവിടുന്ന് കിട്ടേണ്ട കാര്യങ്ങൾ സംസാരിച്ചു, ഇവിടെ സ്കീം തയ്യാറാക്കി, അതിൻ്റെ പിറകെ പോയി. ഇപ്പോൾ കഴിഞ്ഞ തൃശ്ശൂർ കോളനിലങ്ങളുടെ മീറ്റിംഗാണ്, ജിനേഷ് മിനിസ്റ്ററും ഞാനും ഇന്നലെ പങ്കെടുത്തു. ഓരോ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്ത് പരിഹരിച്ചു പോവാണ്. ഒരു സമുദ്രം പോലെ കിടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ പഞ്ചായത്തിലും ഉൾപ്പെടെ. കർഷകർ ഇപ്പോൾ സർവീസ് സെക്ടറാണ് കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പണം ലഭ്യമാക്കുന്ന ഒരു മേഖല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മേഖലയും മെച്ചപ്പെടുത്തേണ്ട മേഖലയും കൃഷി മേഖലയും. നമ്മുടെ പ്രൈമറി ഇപ്പോഴും അഗ്രികൾച്ചർ, പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ സെക്ടറാണ്. അതെ. അപ്പോൾ അതിനനുസരിച്ചതായിരിക്കുന്ന രൂപവും ഭാവവും ഒക്കെ കൊണ്ടുപോവാണ്. പുതിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ പ്രഖ്യാപിച്ചു. നിലവിലുള്ള പദ്ധതികൾ സ്ട്രെങ്തൻ ചെയ്യാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെയാണ് ഞങ്ങൾക്ക് പോരായ്മകൾ എന്നുള്ളത് പരിശോധിച്ചു. ഞങ്ങളതിൽ ഒരു 2 ദിവസത്തെ ഇപ്പോൾ കോൺക്ലേവ് വെച്ചിരിക്കുകയാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള ഒരു കോൺക്ലേവ്. അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള മെക്കാനിസം, പൊതു വിഷൻ ഉണ്ടാക്കാനുള്ള സമീപനമൊക്കെ സ്വീകരിച്ചിരിക്കും. നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള സമീപനം എടുക്കുക. ഓക്കെ. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസമാണെങ്കിലും പലരുമായിട്ടും ഇപ്പം പറഞ്ഞ പോലെ കേന്ദ്രമായിട്ട് സംസാരിക്കേണ്ടി വരും. അതേപോലെ തന്നെ പലരും പല നിലപാടുകളും പൊളിറ്റിക്കലിയും ഒക്കെ പൊളിറ്റിക്കലി തന്നെ നമ്മൾ പല നിലപാടുകൾ കണ്ട് അതിനെയൊക്കെ ഭേദിച്ചൊക്കെ മുന്നോട്ട് പോകേണ്ട കുറച്ച്, ഇപ്പം കഴിഞ്ഞ കാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇത്തവണ നമ്മൾ കുറേ വാർത്തകളൊക്കെ അങ്ങനെ കണ്ടിരുന്നു. അല്ല, അത് സ്വാഭാവികമായിട്ടും സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നിയമങ്ങളുണ്ട്. അത് സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പിന്നെ അതിൽ സ്വാഭാവികമായും ചാൻസലറുടെ ഒരു റോള് അതിനകത്തുണ്ട്. നിയമം ചാൻസലർമാർക്ക് നൽകുന്ന ചില അധികാരങ്ങളുണ്ട്. പക്ഷേ അത് മുൻകാലങ്ങളിലൊന്നും അങ്ങനെ അത് പ്രയോഗിക്കപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുതലാണ് ഇങ്ങനെ ഗവർണർ ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു രീതി ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ കൃഷി വകുപ്പിലായാൽ കൃഷി വകുപ്പിൽ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഇപ്പോൾ അറ്റൻഡർ വരെയുള്ള ആൾ മന്ത്രിയുടെ ലൈൻ ഓഫ് കൺട്രോളിലാണ്. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയല്ല. ഇതെല്ലാം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഇപ്പോൾ സ്ഥാപനങ്ങളാണ്. അപ്പോൾ നേരിട്ട് വകുപ്പിൻ്റെ കീഴിൽ ആണ് ഈ ഇതിൻ്റെ എല്ലാം പ്രവർത്തനമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. നമുക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ ഒരു പരിധി വരെയാണ് അതിനകത്ത് പങ്കുള്ളൂ. നമുക്ക് അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവർത്തനങ്ങളിൽ, ദൈനംദിന പ്രവർത്തനങ്ങളിലോ അക്കാദമിക് കാര്യങ്ങളിലോ ഒന്നും ഇടപെടുന്നതിന് നമുക്ക് പരിമിതികളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പലപ്പോഴും ഉയർന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികം, അപ്പോൾ അതിനെ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഏരിയ. ആദ്യമായിട്ടാണ് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിവാദമൊക്കെ വരുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. ഞാൻ പൊതുവെ അങ്ങനെ വിവാദങ്ങൾക്ക് പിന്നാലെ പോകാൻ അധികം താല്പര്യപ്പെടുന്ന ഒരാളുമല്ല. പക്ഷേ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ, അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ വിഷയത്തിലും അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. പിന്നെ സ്വാഭാവികമായും ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ലൈനുണ്ട്. നമ്മൾ ആ ലൈനിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുക എന്നുള്ളതാണ് തീർക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഇഷ്യൂസ് ഉണ്ട്. റോജി ക്യാബിനറ്റ് CM ചുമതലപ്പെടുത്തിയായിരുന്നു. അവിടെ കുന്നത്നാടുള്ളതായിരിക്കുന്ന പിന്നെ ഒരു SC വിഭാഗത്തിൽപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ കുടിയൊഴിപ്പിക്കലുമായിട്ട് വന്നു. കുറെ കാലമായിട്ട് നിൽക്കുന്നു. ഇവർ പോയി ഡിസ്കസ് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് അതിന് പിറകെ നിന്നു. ആ പ്രശ്നം കാലാകാലമായി എത്ര കാലമായിട്ട് നടന്നൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും ഓരോ വിഷു പത്തനംതിട്ട ഉണ്ടായി, ഫുൾ ടൈം അവിടെ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ മിഷനെ ഏൽപ്പിക്കുന്നതൊക്കെ നന്നായി ചെയ്തിട്ടാണ് ഈ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളെല്ലാവരും ആണെങ്കിലും ഏറെക്കുറെ ഒരേ സമയത്ത് രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഒരേപോലെ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ അന്തരം പറഞ്ഞത്, പിന്നെ ഞാൻ KSUവിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് സംസ്ഥാന പ്രസിഡന്റാണ് വിഷ്ണുവേട്ടൻ. അത് ആ വർഷം തന്നെ MLA ആയി. ഞാൻ 2005 KSU അംഗത്വം വരുന്നത്. ആ വർഷം 2006 അദ്ദേഹം MLA. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പൗരയൊക്കെ എന്ന രീതിയിലൊക്കെ പ്രാദേശികമായിട്ട് നിൽക്കുന്ന സമയത്ത് സംസ്ഥാന പ്രസിഡന്റാണ് സിദ്ദീഖ്.
പിന്നെ അപ്പോൾ ഏതൊരു വർഷം 2008 മറ്റോ 8 കാലത്താണ്. പിന്നെ എന്നെ KSU പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മത്സരവും ജില്ലാ പ്രസിഡൻ്റൊക്കെ ആക്കാൻ വേണ്ടി നടക്കുന്ന കാലത്ത് NSU പ്രസിഡൻ്റാണ്. ഇപ്പം നമ്മൾ വലിയ അന്തരമുണ്ട്. പിന്നെ ഇവരത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. വളരെ ചെറുപ്പമാണെന്നും ഞങ്ങളൊക്കെ പ്രായമായ സൈക്കോളജിക്കൽ മൂവാണ്. ഇതിനെല്ലാം ഈ പോയിന്റാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ചോദിക്കാൻ വന്ന വെച്ചാലേ നിങ്ങൾക്കൊക്കെ ഒരു അങ്ങനത്തെ ഒരു നേരത്തെ ഇപ്പം മന്ത്രിമാരാകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ്, ജനപ്രതിനിധികൾക്കും തിരക്കുണ്ട്. പണ്ടത്തെ പോലെ വലിയ തിരക്കൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ഇരിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഒന്ന് ഒത്തുകൂടിയൊക്കെ ഇരുന്ന്? ചുമ്മാ അങ്ങനെയൊന്നുമില്ല. ഈ പണി പോകുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ടെൻഷൻ ആളുകൾ വെറുതെ പറയും. ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പാകപ്പെടും. ഞാനത് പെട്ടെന്ന് 2016 ഇലക്ഷന് തോറ്റുപോയി. ആ ഒരു 3 മാസം വലിയ പ്രശ്നമായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി ആക്റ്റീവായ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അങ്ങനെ നമ്മളങ്ങനെ ക്രമീകരിക്കപ്പെട്ടു സ്വയം, നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ കാര്യങ്ങളും. പെട്ടെന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റ് അടുത്ത ദിവസം മുതൽ നമുക്ക് അത്രയും ആക്റ്റീവായിട്ട് പോകാനും ചെയ്യാനും കാര്യങ്ങളില്ലാതെ വരുമ്പോൾ ഞാൻ കുറച്ച് മെൻ്റലി അങ്ങനെ ഒരു ഡിപ്രഷനിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് സത്യം തന്നെയാണ്. പക്ഷേ എനിക്ക് മൂന്നാമത്തെ മാസമായപ്പോഴേക്കും എന്നെ AICC സെക്രട്ടറി ആക്കി കർണാടകത്തിൻ്റെ ചുമതലയിൽ പാർട്ടി അവിടേക്ക് അയച്ചതോടുകൂടി ഞാൻ കുറെ കൂടെ ഇതിനേക്കാൾ കൂടുതൽ എൻഗേജ്ഡ് ആയി അവിടെ. കാരണം അവിടെ ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ KC വേണുഗോപാലിൻ്റെ കൂടെ ഞങ്ങളങ്ങനെ അവിടേക്ക് പോണത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് മാറി. നമ്മൾ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് പ്രശ്നം. അത് നമ്മൾ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിട്ടുണ്ട്. സാറിനൊക്കെ ആളില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ശ്വാസം മുട്ടും. അതിൻ്റെ ഒരു ചെറിയ രൂപത്തിൽ ഈ പറഞ്ഞ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അതല്ലാതെ ഇതെല്ലാം മാറി സ്വസ്ഥമായിട്ടിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതിൽ ഒട്ടും ആത്മാർത്ഥതയില്ല, ഒട്ടും സത്യസന്ധതയും ഇല്ല. പഞ്ചായത്ത് മെമ്പർ പോലും വീണ്ടും അതെ, ഞാനൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ MLA ആയിട്ടും 10 വർഷമൊക്കെ ആയല്ലോ. അപ്പോൾ നമ്മളൊക്കെ ചില സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ദിവസത്തിൽ 10 പരിപാടി 15 പരിപാടി 20 പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു ദിവസം ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ഇരിക്കാൻ പറ്റും, കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ദിവസം ഇനി എന്തെങ്കിലും കാരണവശാൽ പരിപാടികൾ ക്യാൻസലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ നമ്മളപ്പോൾ നമ്മൾ പരിപാടി ഉണ്ടാക്കും. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അസ്വസ്ഥരാകും. കാരണം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈ ആളുവനക്കവും ബഹളം ഇല്ലാതെ വരുമ്പോഴും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട്. ഓക്കെ, ഇപ്പം വളരെ സന്തോഷമുള്ള സമയമാണിത്, ഓണമാണ്. എങ്കിലും ശ്രദ്ധിക്കുക, നമ്മൾ വയനാട് ഉരുൾപൊട്ടൽ സമയത്തൊക്കെ ഇപ്പം ഞാൻ വാർത്ത വായിക്കുന്നുണ്ട്, നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം അവിടെ നമ്മളെപ്പോഴും കാണുന്ന കാഴ്ച ഇതാണ്. ശരിക്കും ലിറ്ററലി കരഞ്ഞുകൊണ്ടാണ് വാർത്തയൊക്കെ വായിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോഴും അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോഴത്തേക്കും സങ്കടം വന്ന് കരഞ്ഞുകൊണ്ടാണ് വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമയത്ത് ഉരുൾപൊട്ടലുണ്ടായ അറിഞ്ഞ ആ നിമിഷം മുതൽ അവരെ ഇപ്പോഴെങ്ങനെയാണോ ആ തരത്തിലേക്ക് പാകപ്പെടുത്തി എടുക്കുന്നതിൽ MLA എന്നുള്ള നിലയിൽ അന്ന് അങ്ങ് വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ ജില്ലയുടെ ചുമതല കൂടിയുണ്ട്, അതും വഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ആ ഒരു സമയത്തെ എങ്ങനെയാണ് അതിജീവിച്ചത്? എങ്ങനെയാണ്? ഒന്ന് അതിൽ ഒരു ഡീറ്റെയിൽഡായിട്ട് പറയാനുണ്ട്, പക്ഷേ അതിലേക്ക് പോകുന്ന ഈ സമയത്ത് ഉചിതമല്ല. ഞാൻ നല്ല മഴയാണ്, എനിക്കൊരു ചെറിയ പനിയുണ്ട്. കിടന്നുറങ്ങുന്ന സമയം എറൗണ്ട് ഒരു 12:30 മണി സമയത്ത് കിടക്കുമ്പോൾ ഞാൻ വൈഫിനോട് പറയുന്നുണ്ട്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഇനി മഴ കുഴപ്പമുണ്ടാക്കില്ലായിരിക്കും എന്ന് പറഞ്ഞാണ് കിടക്കണേ. ഒരു 1:40 എനിക്ക് കോൾ വന്നു. അവിടുന്ന് എണീറ്റ് പുറപ്പെട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ പനിയുടെ ഒരു സാഹചര്യത്തിലല്ല പിന്നെ എൻ്റെ മനസ്സുള്ളത്, പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്തു. അന്ന് രാത്രി 2:15 മണിക്കാണ് അന്ന് ചീഫ് സെക്രട്ടറി വേണു സാർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സെക്കൻഡ് റിങ്ങിൽ വേണു സാറ് ഫോൺ എടുത്തിട്ട് പിന്നെ മിനിസ്റ്റേഴ്സിനെ വിളിക്കുന്നു, പിന്നെ കലക്ടർ വിളിച്ചു. കലക്ടർ പറഞ്ഞു ഞാനും വിവരം അറിഞ്ഞു, ഞാൻ ഉടനെ പുറപ്പെടുകയാണ്. പോലീസ് ചീഫിനെ വിളിച്ചു, അന്നത്തെ മുഖ്യമന്ത്രിയെ വിളിച്ചു. പ്രതിപക്ഷ നേതാവ് ഇൻസ്റ്റൻറ്റ് ഫോൺ എടുത്തു. ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് ഫോൺ, അന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അന്ന് ഒരു 4:40 എന്നെ തിരിച്ചു വിളിച്ചു. ആദ്യത്തെ അങ്ങോട്ട് പോകുന്ന യാത്ര ഏകോപനായിരുന്നു. പിന്നെ അതിൽ ഡീപ്ലി ഇൻവോൾവ് ആയി. ഇതിലുള്ള സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ 298 ആളുകൾ അന്ന് മരിച്ചു. പലരുടെയും ബോഡി ഐഡൻറ്റിഫൈ ചെയ്തത്. പിന്നെ അവിടെ പൊതു ശ്മശാനം ഉണ്ടാക്കി, സർവ്വമത പ്രാർത്ഥന.
പോലീസ് പിന്നെ ഇതോടുകൂടി അടക്കം ചെയ്യാനുള്ള ക്രമീകരണം, ഒരു ദിവസത്തെ അടക്കം ചെയ്യൽ പുലർച്ചെ 2:45 മണി വരെ നീണ്ടു നിന്ന സാഹചര്യങ്ങൾ, സർക്കാരുമായിട്ടുള്ള ഏകോപനം, അവിടേക്ക് എത്തിക്കുന്ന സഹായങ്ങൾ, മറ്റുള്ള ഏകോപനങ്ങൾ, അതിലൊക്കെ നല്ല രീതിയിൽ വഹിച്ചു പോകാൻ പറ്റി. ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് ഇപ്പോഴും ചില പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പിറകെ ഞങ്ങൾ നിൽക്കുകയാണ്. ഇന്നും ക്യാബിനറ്റിൽ ഞങ്ങൾ മൈക്രോ പ്ലാനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം സംസാരിച്ച് അതിൻ്റെ നടപടികൾ, ഓർഡർ ഇറക്കാനുള്ള നടപടികൾ ക്രമീകരിച്ചാണ് ഞങ്ങളെല്ലാവരും വരുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ്, ഒരു 10 ദിവസം മുമ്പ് പുതിയ ടൗൺഷിപ്പിൽ ഒരു വീട്ടിൽ പോയി. എനിക്കന്ന് ഹൗസ് വാമിംഗ് ഉള്ള സമയമായതുകൊണ്ട് എനിക്കവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ പോയി. അപ്പോൾ കയറുമ്പം തന്നെ അച്ഛൻ്റെ, അമ്മയുടെ, അദ്ദേഹത്തിൻ്റെ 3 മക്കളുടെ പടം അവിടെ വലിയ രീതിയിൽ വരച്ച് വെച്ചിരിക്കും. ഞാൻ ഭാര്യയോടും ഭർത്താവിനോടും 2 പേരോടും വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, സാർ എൻ്റെ മക്കളെ റൂമൊന്ന് സാറൊന്ന് കാണും. ഞാൻ ആ റൂമിലേക്ക് പോയപ്പോൾ മക്കളുടെ പടം, മക്കളുടെ കളിക്കോപ്പ്, മിഠായി, സാധനങ്ങൾ എല്ലാ ദിവസവും അല്ലാത്തൊരു അതിൽ നിന്നിങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല. ഇപ്പോഴും ആ പ്രശ്നവും ഇപ്പോൾ 2nd ആനിവേഴ്സറി കഴിഞ്ഞു, ഇപ്പോഴും ആ പ്രശ്നം നിൽക്കുക. ഒരാളും വീണില്ല, അവശേഷിക്കുന്ന ഒരാളും വീണില്ല. പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. MLA സ്കീം എന്ന രീതിയിൽ നമ്മൾ നന്നായി ഇടപെട്ടു. അച്ഛൻ പോയ, അമ്മ പോയ, സഹോദരി പോയ, വീട് പോയ സാരജ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MCA കഴിഞ്ഞ് അവൻ മലബാർ ഗോൾഡിൽ മാനേജറായി വർക്ക് ചെയ്യുക. ഞാനുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സ്കീമിലും എല്ലാ കുട്ടികളും, അമേരിക്കയിൽ ഉള്ള കുട്ടി, നാട്ടിലുള്ള കുട്ടി, എല്ലാവരെയും പഠിപ്പിച്ചു. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെയ്യുന്നതിനിടയ്ക്കാണ് 2ാമത് കള്ളാടി വീണ്ടും പ്രശ്നം വന്നു. അപ്പോൾ അതിലും 8 പേര് മരിച്ചു. അപ്പോൾ ഇനിയൊരു ദുരന്തം ഇല്ലാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അതെ, ഈ ദുരന്ത നിവാരണം അത് ഇപ്പോഴും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായൊരു കാലാവസ്ഥ പ്രഡിക്റ്റ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ദുരന്തം ഉണ്ടാകാതിരിക്കാൻ കാര്യങ്ങൾ ശാസ്ത്രീയമായി തന്നെ ചെയ്യാൻ പറ്റുന്നു. അപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ പുതിയ എന്തെങ്കിലും, ഈ കാലാവസ്ഥയും അതുപോലെ ഉരുൾപൊട്ടൽ, മേഘസ്ഫോടനം പോലുള്ള പുതിയ പ്രതിഭാസങ്ങൾ, ഇതൊക്കെ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം ചെയ്ത് പിന്നെ അതിനുള്ള മുൻകരുതൽ നടപടികളും ഇവാക്യുവേഷനും കാര്യങ്ങളും കൃത്യതയോടുകൂടി നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് പോവുകയാണ് കേരളം. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമാണ്. നേരത്തെ ബേ ഓഫ് ബംഗാളായിരുന്നു, ഇപ്പോൾ അറേബ്യൻ സീ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗ്ലോബൽ ക്ലൈമറ്റിക് ചേഞ്ചുമായി ബന്ധപ്പെട്ട് പിന്നെ അസംബ്ലിയിൽ അന്ന് ഇൻ്റർ കോണ്ടിനെൻ്റൽ ക്ലൈമറ്റിക് ചേഞ്ചിൻ്റെ വിഷയം സംസാരിച്ച ആളാണ് വിഷ്ണു, കഴിഞ്ഞ അടിയന്തര പ്രമേയം കൊണ്ട്. അപ്പോൾ കേരളം അതിനനുസരിച്ച് ചലിച്ചേ പറ്റൂ. നമുക്ക് 1.5 ഡിഗ്രി സെൽഷ്യസ് മുതൽ അറൗണ്ട് ആഗോളതാപനത്തിൻ്റെ പദമായിട്ടുള്ള പുതിയ പ്രതിഭാസങ്ങൾ രൂപപ്പെടുന്നൊരു സെഗ്മെൻറ്റാണ് നമ്മൾ സീരിയസ് ആയി അതിലേക്ക് പോയേ പറ്റൂ. അതിനുള്ള നീക്കം ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തേക്ക് അസാധാരണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു സാധാരണമായിട്ട് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. 50 mm മഴ പെയ്യുന്ന സ്ഥലത്ത് 350 mm മഴ പെയ്താൽ എന്താ ചെയ്യുക? ഒരു ചെറിയ സമയത്തിൽ ആ സാഹചര്യത്തെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ കായിക വകുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഓജെ, ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്തും സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരുപാട് പേര് കായിക രംഗത്തുണ്ട്. ഈ മേളകളിലേക്ക് പോകുമ്പോഴും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര്. ഇപ്പോൾ നമ്മൾ കായിക വകുപ്പിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൈപിടിച്ച് വരുന്ന എന്തെങ്കിലും പുതിയ, നമ്മൾ പൊതുവായ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കളറി എന്നൊരു പ്രൊജക്റ്റ് ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു. അത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റു ഫെസിലിറ്റീസ് എല്ലാം മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഫൗണ്ടേഷൻസിനൊക്കെ അങ്ങോട്ട് ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കായിക മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ സ്വീകരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മളുടെ കീഴിലുള്ള സ്കൂളുകൾ, അവിടുത്തെ ഫെസിലിറ്റീസ്, അവരുടെ ന്യൂട്രീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്കീമിൻ്റെയൊക്കെ ഭാഗമാക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമമാണ്. അത് കൂടാതെ ഒരു വലിയ രീതിയിലുള്ളൊരു പോളിസി ചേഞ്ചിങ് വളരെ ഷോർട്ടായിട്ടുള്ള ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനൗൺസ് ചെയ്യപ്പെടും. ഞാനതിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ശരിയല്ല എന്നുകൊണ്ട് പറയുന്നില്ല. എൻ്റയർലി സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാകും. കാഴ്ചപ്പാടിലും പ്രാവർത്തികമാക്കുന്ന രീതിയിലും അവർ പിന്നെ നിലവിലുള്ള ഒരു പ്രശ്നം, ചെറുതായൊരു ഹിൻ്റ് പറയാവുന്ന കാര്യം, നിലവിലുള്ള പ്രശ്നം കായിക താരത്തിനാണോ ഇമ്പോർട്ടൻസ് അതല്ല സംഘടനകൾക്കാണോ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് തർക്കം. ഈ കഴിഞ്ഞ ദിവസം ഹോക്കിയുടെ ഒരു വിഷയം, കുട്ടികളുടെ ഒരു വലിയ പ്രയാസം, അവരുടെ പേരൻസ് ഇന്നലെയും കൂടി ഒരു പേരൻറ്റ് വന്ന് സംസാരിച്ചു പോയി. അപ്പോൾ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു. ആ അവസരം നഷ്ടപ്പെട്ട കുട്ടികളുടെ അവരുടെ ഒരാളുടെയും കുറ്റമല്ല.
അവർക്കറിയില്ല ഇതിൽ ഏത് അസോസിയേഷനാണ് അംഗീകാരമുള്ളത്, ഏത് അസോസിയേഷനാണ് ഫെഡറേഷൻ അംഗീകാരമുള്ളത്, ഏതാണ് ഇവിടെ അംഗീകാരമുള്ളത്, അവർ കുട്ടികളെ സംബന്ധിച്ച് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇവരുടെ ഈ ഒരു അധികാര വടംവലിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ അവസരങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്പോർട്സ് പേഴ്സണെ സെൻറ്ററിൽ നിർത്താവുന്ന രീതിയിലേക്ക് കായിക വകുപ്പിൻ്റെ മൊത്തത്തിലൊരു ചേഞ്ചിങ് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അത് അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. ഉടനെ തന്നെ പ്രാവർത്തികമായിട്ട് വരും. അതൊരു ബ്രേക്കിംഗ് ആയി തന്നെ വരും. ഓക്കെ ഓക്കെ. ഇഷ്ടമായിട്ട് ഒരു പാട്ടും കൂടെ ആയല്ലോ, ഒരു ഓണപ്പാട്ട് കൂടെ. വേണ്ട ഒരു പാട്ട് പോലെ ഒരു പാട്ടൂടെ പാടിയിട്ട് നമുക്ക് അതെ, ഒരു പാട്ടും കൂടെ ആവാവുന്നതാണ്. പാട്ട് പാടാം, ഓണം തല്ല് വേണ്ടതേ. മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ, അത് ഓണപ്പാട്ടാണ്, തരങ്കിണിയുടെയാണ്. നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ, മുഖമൊട്ടു തളർന്നാലെന്തോ മനെ, നിന്റെ മനം മാത്രം വാടരുതെന്നോ മനെ, മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ. സൂപ്പർ. ഞാനൊരു റാപ്പിഡ് ഫയർ കൂടെ ചോദിക്കട്ടെ, ഒരു 5 ചോദ്യം. ഓക്കെ, ഇവിടെ തുടങ്ങാം. ഒറ്റ വാക്കിൽ ഓണം. ഓണത്തെ ഒറ്റ വാക്കിൽ എന്താ പറയാം? ഒറ്റ വാക്കിൽ ഓണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണം എന്ന് പറയും. അങ്ങനെയല്ല, ഓണം എന്നാൽ അതിനർത്ഥം ഓണം എന്നാൽ ഒരു സന്തോഷമാണ്. സന്തോഷം. ഓണം എന്നാൽ നല്ല സന്തോഷം. സന്തോഷം. ഓക്കെ. സിദ്ദിഖ്, മാവേലിയായി ഒരു ദിവസം ജീവിക്കാനോ മാവേലിയെ നേരിൽ കാണാനോ ഏത് തിരഞ്ഞെടുക്കും? ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നീതി മാത്രം ജീവിക്കുകയല്ലേ. വല്ലാത്ത ചോദ്യമാണല്ലോ. മാവേലിയെ നേരിട്ട് കാണാനാണ് ആഗ്രഹം. ജീവിക്കാൻ അവസരം കൊടുത്ത ആരെങ്കിലും ചവിട്ടി താത്തിയാലോ? പാതാളത്തിൽ പിന്നെ അത്തം നോക്കി നിൽക്കേണ്ടി തിരിച്ചു വരാം. മാവേലിക്കൊക്കെ അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചവിട്ടി താഴ്ത്തിയ ഒരിക്കലും പൊങ്ങാത്ത പോലത്തെ താഴ്ത്തായിരിക്കും. മലയാളിയുടെ ഏറ്റവും വലിയ ഓണവിശേഷം എന്തായിരിക്കും? ലോകത്തെവിടെയായാലും ഓണം അടിച്ചു പൊളിക്കുക. ഓക്കെ. OJ മിനിസ്റ്ററെ, ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ അങ്ങനെ മിസ്സിങ് ഇല്ല. ഇപ്പം എല്ലാം പിന്നെ ഒരു എൻഗേജ്മെന്റിന്റെ സന്തോഷത്തിന്റെ ഒക്കെ ഒരു സമയമല്ലേ. ഓക്കെ. കൂടി ഓണക്കാലത്ത് മുമ്പാണെങ്കിൽ വീട്ടിൽ ഓണക്കോടി വാങ്ങി തരും, ഇപ്പം ഞാൻ വാങ്ങി കൊടുക്കണം. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. ഒരു ചോദ്യം കൂടി ചോദിക്കാം, അതിൽ ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാവേ. മാവേലി ഇന്ന് കേരളത്തിൽ വന്നാൽ ആദ്യം നിങ്ങളോട് ആരോടെങ്കിലും എന്ത് ചോദിക്കുമെന്ന് തോന്നുന്നു? ആരാ പറയാ? മാവേലി വന്ന പ്രശ്നമില്ല, വാമന വന്ന വലിയ പ്രശ്നം. എന്തൊക്കെയാണ് ചോദിക്കാറ്? അതെ, ചാർജുള്ള മന്ത്രി പറയും. ഓണത്തിന്റെ മാവേലി ഇപ്പൊ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ തന്നെ സ്ഥിരമായി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കും. കാരണം കേരളത്തിലെ ഒരു അന്തരീക്ഷം, ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ഓണം എല്ലാം കണ്ടിട്ട് ചവിട്ടി താത്താതിരിക്കാമോ, എന്നെ ജീവിക്കാൻ ഒന്നും അതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഓണമാണ്. ഞങ്ങൾക്കൊപ്പം വന്ന് ഇത്രയും നേരം സംസാരിച്ചാൽ ഒരുപാട് സന്തോഷം. പക്ഷേ വെറും കൈയോടെ മടക്കി അയക്കില്ല ഞങ്ങൾ. ഓണക്കോടി ഉണ്ട് എല്ലാവർക്കും. ഞാൻ എടുത്തിട്ട് വരട്ടെ? ഓക്കെ. ഓക്കെ. ഞാൻ മിസ്സായെന്ന് പറഞ്ഞ സാധനം. സാധാരണ ചാനലിൽ വന്നാൽ ചായ പോലും കിട്ടാതെ ഇല്ല. അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഇരുന്നു, സംസാരിച്ചു, ഓണവിശേഷങ്ങൾ പങ്കുവച്ചു. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ.